PSC കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്നത്തെ ക്ലാസ്സിൽ രക്തപര്യന വ്യവസ്ഥ എന്ന ഭാഗത്തിൽ നിന്നും അതിലെ രക്തം എന്നുള്ള ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ രക്തപര്യന വ്യവസ്ഥയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. എന്തെല്ലാം? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിങ്ങനെ രക്തപര്യന വ്യവസ്ഥയെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇതിൽ രക്തം എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് 2 തരം രക്തപര്യന വ്യവസ്ഥയാണുള്ളത്. അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ അഥവാ ക്ലോസ്ഡ് സർക്കുലേഷനും തുറന്ന രക്തപര്യന വ്യവസ്ഥ അഥവാ ഓപ്പൺ സർക്കുലേഷനും. അപ്പോൾ 2 തരം രക്തപര്യന വ്യവസ്ഥയാണുള്ളത്. ഏതെല്ലാം? അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ അഥവാ ക്ലോസ്ഡ് സർക്കുലേഷനും തുറന്ന രക്തപര്യന വ്യവസ്ഥ അഥവാ ഓപ്പൺ സർക്കുലേഷനുമാണ് ഉള്ളത്. ഇങ്ങനെ രണ്ട് തരം രക്തപര്യന വ്യവസ്ഥയാണുള്ളത്. അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് ശരീരകോശങ്ങളുമായിട്ട് രക്തം നേരിട്ട് ബന്ധപ്പെടാതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്നതാണ് എന്ത്? അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ. ഇതിന് ഒരു ഉദാഹരണം ചോദിച്ചാൽ മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയാണ് അടഞ്ഞ രക്തപര്യന വ്യവസ്ഥയ്ക്ക് ഒരു ഉദാഹരണം. അടുത്തത് തുറന്ന രക്തപര്യന വ്യവസ്ഥ. തുറന്ന രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തത്തിന് സമാനമായ ദ്രാവകം ശരീരത്തിലെ അറകളിൽ നിറഞ്ഞു നിന്ന് ശരീരത്തിലെ കോശങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകുന്നതാണ്, നേരിട്ട് ബന്ധപ്പെടുന്നതാണ് എന്ത്? തുറന്ന രക്തപര്യന വ്യവസ്ഥ. തുറന്ന രക്തപര്യന വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതെല്ലാം പറയാം? ചിലന്തി, പാറ്റ എന്നിവയാണ് ഉദാഹരണം. ചിലന്തി, പാറ്റ എന്നിവയുടെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തുറന്ന രക്തപര്യന വ്യവസ്ഥ അഥവാ ഓപ്പൺ സർക്കുലേഷൻ ആണ്. അപ്പോൾ എത്ര മനസ്സിലായല്ലോ? രക്തപര്യന വ്യവസ്ഥയിൽ 3 ഭാഗങ്ങളാണുള്ളത്. രക്തം, രക്തക്കുഴലുകൾ, അതുപോലെ തന്നെ ഹൃദയം. അടുത്ത രക്തപര്യന വ്യവസ്ഥ 2 തരമാണുള്ളത്. ഓപ്പൺ സർക്കുലേഷനും ക്ലോസ്ഡ് സർക്കുലേഷനും. അപ്പോൾ ഇത് ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് രക്തം എന്നുള്ള ഭാഗത്തേക്ക് പോകാം. രക്തത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ഹെമറ്റോളജി. എന്താണ്? രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തത്തെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. രക്തം എന്ന് പറയുന്നത് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. എന്താണ്? ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. അടുത്തത് ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. എന്താണ്? ദ്രാവക രൂപത്തിലുള്ള സംയോജക കല. രക്തം എന്ന് പറയുന്നത് ജീവന്റെ നദി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. ഇനി ശരീരത്തിന് ആവശ്യമായ പോഷണവും അതുപോലെ തന്നെ ശരീരത്തിലെ ഹോർമോണുകളെയും വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? രക്തമാണ്. ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളും അതുപോലെ തന്നെ ഹോർമോണുകളും വഹിച്ചു കൊണ്ടുപോകുന്നത് രക്തമാണ്. പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് ആരാണ്? രക്തമാണ്. പിന്നെ ശരീരത്തിലെ ഓക്സിജൻ ശരീരത്തിലെ വിവിധ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? രക്തം. ഓക്സിജൻ ശരീരത്തിലെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? രക്തമാണ്. അതുപോലെ തന്നെ മറ്റൊരു ധർമ്മം കൂടി രക്തത്തിനുണ്ട്. എന്താണ്? ശരീര താപനില. ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഇത്രയും നോക്കാം. ജീവന്റെ നദി എന്നറിയപ്പെടുന്നു ദ്രാവക രൂപത്തിലുള്ള സംയോജക കല. പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചു കൊണ്ടുപോകുന്നത് രക്തമാണ്.
അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്നത് രക്തമാണ്. അടുത്തത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും താപനില നിലനിർത്തുന്നത് രക്തമാണ്. ഈ 5 പോയിന്റ്. അടുത്ത രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ഇനി എത്ര ലിറ്റർ രക്തമാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളതെന്നറിയാമോ? 5 മുതൽ 6 ലിറ്റർ ബ്ലഡ് ആണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ. 5 മുതൽ 6 ലിറ്റർ ബ്ലഡ് ആണ് മനുഷ്യ ശരീരത്തിൽ ഇനി ഉള്ളത്. രക്തത്തിലെ pH മൂല്യം, രക്തത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7.4, 7.4 ആണ് രക്തത്തിന്റെ pH മൂല്യം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ബ്ലഡ് ഡൊണേഷനെയാണ് നിവേശനം എന്ന് പറയുന്നത്. അപ്പോൾ വിജയകരമായ രക്തനിവേശന മാർഗങ്ങൾ ആദ്യമായി മനുഷ്യ ശരീരത്തിൽ സ്വീകരിച്ച ഡോക്ടറിന്റെ പേര് എന്താണ്? ജെയിംസ് ബ്ലണ്ടൽ. ജെയിംസ് ബ്ലണ്ടൽ എന്ന് പറയുന്ന ഡോക്ടറാണ് ആദ്യമായി വിജയകരമായി രക്തനിവേശന മാർഗങ്ങൾ സ്വീകരിച്ച ഭിഷഗ്വരൻ അഥവാ ഡോക്ടർ. ഇനി അടുത്തത് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്. അടുത്തത് രക്തത്തിന് ഈ ചുവപ്പ് നിറം, നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറമാണല്ലോ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ. ഇനി രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത്? രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് ലങ്സ് അഥവാ ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശവും. എന്നാൽ മറ്റൊരു ചോദ്യം വരാം, രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏത്? രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്ക. അപ്പോൾ രക്തത്തെ ശുദ്ധീകരിക്കുന്നത് ഏതാണ്? ശ്വാസകോശം. രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്നത് ഏതാണ്? വൃക്ക അഥവാ കിഡ്നി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവസാനം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. രക്തത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7.4 അഥവാ 7.4 ആണ്. വിജയകരമായി ആദ്യമായി മനുഷ്യന് രക്തനിവേശന മാർഗങ്ങൾ അവലംബിച്ച് സ്വീകരിച്ച ഭിഷഗ്വരനാണ് ജെയിംസ് ബ്ലണ്ടൽ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ പഞ്ചസാര മനുഷ്യ രക്തത്തിലെ പഞ്ചസാര എന്നറിയപ്പെടുന്നത്, മനുഷ്യ രക്തത്തിലെ എന്നല്ല, എല്ലാവരുടെ രക്തത്തിലുള്ള പഞ്ചസാര എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കോസ് ആണ്. രക്തത്തിലുള്ള പഞ്ചസാര ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ്. ഇനി അടുത്തത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. രക്തം ശുദ്ധീകരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയും? രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം അഥവാ ലങ്സും. ഇനി രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്ക അഥവാ കിഡ്നി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് രക്തത്തിന് 2 ഘടകങ്ങളാണുള്ളത്, 2 പാർട്ടുകളാണുള്ളത്. ഏതെല്ലാം? പ്ലാസ്മയും രക്തകോശങ്ങളും. അപ്പൊ നമുക്ക് രക്തത്തെ 2 ആയിട്ട് തിരിക്കാം. അഥവാ രക്തത്തിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഏതെല്ലാം? രക്തത്തിനകത്തുള്ള ഘടകങ്ങളാണ് പ്ലാസ്മയും അടുത്തത് രക്തകോശങ്ങൾ. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. രക്തത്തെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. 2 ഘടകങ്ങളായിട്ട്. രക്തത്തിലെ 2 ഘടകങ്ങളാണ് പ്ലാസ്മ, അടുത്തത് രക്തകോശങ്ങൾ. രക്തത്തിലെ ഘടകങ്ങളെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം, പ്ലാസ്മ എന്നും രക്തകോശങ്ങളെന്നും. അപ്പൊ നമുക്ക് ആദ്യം പ്ലാസ്മയെ കുറിച്ച് നോക്കാം. പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗം, രക്തത്തിലെ വെള്ളം പോലെ കാണപ്പെടുന്ന ഭാഗമാണ്, ദ്രാവക ഭാഗമാണ് എന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഇനി ഈ രക്തത്തിൽ എത്ര ശതമാനമാണ് പ്ലാസ്മ കാണപ്പെടുന്നതെന്ന് അറിയാമോ? 55%. 55%
രക്തത്തിലെ പ്ലാസ്മ കാണപ്പെടുന്നത്. ഇനി രക്തത്തിൽ ആന്റിബോഡികൾ കാണപ്പെടുന്ന ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിൽ ആന്റിബോഡികൾ അഥവാ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയോ വൈറസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡികൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിൽ. ആന്റിബോഡികൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ഇനി അടുത്തത് 3 തരം പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. എത്ര തരമുണ്ട്? 3 തരം പ്ലാസ്മ പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീൻ എത്ര തരമാണ്? 3 തരം പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. ഏതെല്ലാം? ആൽബുമിൻ, അടുത്തത് ഗ്ലോബുലിൻ, അടുത്തത് ഫൈബ്രിനോജൻ. ഏതെല്ലാമാണ് പ്ലാസ്മ പ്രോട്ടീൻസ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇങ്ങനെ 3 തരം പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഉള്ളത്. ഇതിൽ ആൽബുമിന്റെ ധർമ്മം എന്ന് പറയുന്നത് രക്തത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ളത്, രക്തസമ്മർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ് ആൽബുമിന്റെ ധർമ്മം. രക്തസമ്മർദ്ദം ക്രമീകരിക്കുക. രക്തസമ്മർദ്ദം കൂടുമ്പോൾ കുറയ്ക്കാനും കുറയ്ക്കുമ്പോൾ കൂട്ടാനും സഹായിക്കുന്നത് ആൽബുമിനാണ്. പ്ലാസ്മ പ്രോട്ടീനായ ആൽബുമിനാണ് അതിന് സഹായിക്കുന്നത്. അപ്പൊ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ ആൽബുമിൻ. അടുത്ത ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്ന് വെച്ചാൽ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഗ്ലോബുലിനാണ്. എന്താണ്? ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഗ്ലോബുലിനാണ്. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഗ്ലോബുലിനാണ്. മറ്റൊന്ന് ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നൽകാൻ സഹായിക്കുന്നത് ഗ്ലോബുലിനാണ്. എന്താണ്? രോഗപ്രതിരോധ ശേഷി. അപ്പൊ രോഗപ്രതിരോധ ശേഷി നൽകാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയും? ഗ്ലോബുലിൻ. അടുത്ത ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ ഗ്ലോബുലിൻ. ഇനി ഫൈബ്രിനോജൻ നമുക്ക് അറിയാവുന്നതാണ്. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് എന്തിനാണ് സഹായിക്കുന്നത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് ചോദിച്ചാലും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം എന്ന് ചോദിച്ചാലും ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് ചോദിച്ചാലും മാംസ്യം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ്? ഫൈബ്രിനോജൻ. അപ്പൊ ഇത്രയും ഒരിക്കൽ കൂടെ പറയാം. പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗമാണ്. രക്തത്തിലെ 55% പ്ലാസ്മ കാണപ്പെടുന്നത്. ആന്റിബോഡികൾ കാണപ്പെടുന്ന രക്തത്തിലെ ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അടുത്തത് 3 തരം പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം രോഗപ്രതിരോധ ശേഷി നൽകാൻ സഹായിക്കുന്നത് പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാലും ഗ്ലോബുലിനാണ്. ഇനി അടുത്ത് വരുന്നത് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജന്റെ ധർമ്മം എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം എന്ന് ചോദിച്ചാലും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് ചോദിച്ചാലും ഉത്തരം ഫൈബ്രിനോജനാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഘടകമായ രക്തകോശങ്ങളിലേക്ക് പോവാം. രക്തകോശങ്ങൾ 3 തരം രക്തകോശങ്ങളാണുള്ളത്. അരുണ രക്താണുക്കൾ, അരുണരക്താണുക്കളെയാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയും, അഥവാ RBCs എന്ന് പറയും. RBC അഥവാ ചുവന്ന രക്താണുക്കൾ എന്ന് പറയും. ഇതെല്ലാം അരുണ രക്താണുക്കളുടെ പേരാണ്. അരുണ രക്താണുക്കളുടെ മറ്റു പേരുകളാണ് എറിത്രോസൈറ്റ് അഥവാ ചുവന്ന രക്താണു RBC. അടുത്തത് ശ്വേതരക്താണു. ശ്വേതരക്താണുവിനെ ല്യൂക്കോസൈറ്റ് അഥവാ WBC എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തത്
അരുണ രക്താണുക്കളായി, ശ്വേതരക്താണുക്കളായി. അടുത്തത് പ്ലാറ്റ്ലെറ്റുകൾ. പ്ലാറ്റ്ലെറ്റുകളെ ത്രോംബോസൈറ്റ് എന്ന് പറയുന്നു. ത്രോംബോസൈറ്റ് എന്ന് പറയുന്നു. അപ്പൊ 3 തരം രക്തകോശങ്ങളാണ്: അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലാറ്റ്ലെറ്റുകൾ. ഇനി ഈ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അസ്ഥിമജ്ജയിലാണ് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. ഈ രക്തകോശങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്നതാണ് ഹീമോപോയിസസ്. എന്താണ്? ഹീമോപോയിസസ് എന്ന് പറയുന്നത് രക്തകോശ നിർമ്മാണം. രക്തകോശങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്ന പേര് എന്താണ്? ഹീമോപോയിസസ്. രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ഇനി അടുത്തത് രക്തകോശങ്ങളുടെ എണ്ണം അറിയാനുള്ള ഉപകരണം, എണ്ണം മനസ്സിലാക്കാൻ ഉള്ള ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. എന്താണ്? ഹീമോസൈറ്റോമീറ്റർ. ഇത്ര മനസ്സിലായല്ല? ഇനി നമുക്ക് ഓരോ രക്തകോശങ്ങളായിട്ട് പഠിക്കാം. ഈ പറഞ്ഞത് ഇത്ര ഒരിക്കൽ കൂടെ പറയാം. രക്തകോശങ്ങൾ 3 തരമുണ്ട്: അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലാറ്റ്ലെറ്റുകൾ. അസ്ഥിമജ്ജയിലാണ് രക്തകോശങ്ങൾ രൂപപ്പെടുന്നത്. ഹീമോപോയിസസ് എന്ന് പറയുന്നത് രക്തകോശം നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ്. നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്നത് രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇനി നമുക്ക് അരുണ രക്താണുക്കളെ കുറിച്ച് നോക്കാം. അരുണ രക്താണുക്കൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്നത് അരുണ രക്താണുക്കളാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്നത് അരുണ രക്താണുക്കളാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ. ഇനി അടുത്തത് അരുണ രക്താണുക്കളുടെ ഒരു പ്രത്യേകതയാണ് അരുണ രക്താണുക്കൾക്ക് മർമ്മം ഇല്ല, ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അരുണ രക്താണുക്കൾ. മറ്റൊന്നുകൂടിയുണ്ട്, പ്ലാറ്റ്ലെറ്റ്. പ്ലാറ്റ്ലെറ്റിനും അരുണ രക്താണുക്കൾക്കും മർമ്മം ഇല്ല. ആർക്കൊക്കെയാണ് മർമ്മം ഇല്ലാത്തത്? RBCക്കും പ്ലാറ്റ്ലെറ്റിനും മർമ്മം ഇല്ല. എന്നാൽ മർമ്മത്തോട് കൂടിയ അരുണ രക്താണുക്കളുള്ള ഒരു ജീവി, മർമ്മത്തോട് കൂടിയ സാധാരണ ഒരു ജീവികൾക്കും ഈ അരുണ രക്താണുക്കൾക്ക് മർമ്മമില്ല. എന്നാൽ മർമ്മം ഉള്ള ഒരു അരുണ രക്താണുക്കൾക്ക് മർമ്മം ഉള്ള ഒരു ജീവിയാണ് ഒട്ടകം. മർമ്മത്തോട് കൂടിയ അരുണ രക്താണുക്കളുള്ള ഒരു ജീവിയാണ് ഒട്ടകം. അപ്പൊ മനസ്സിലായല്ലോ? ഇനി അടുത്തത് അരുണ രക്താണുക്കളിലാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് എവിടെയാണ്? അരുണ രക്താണുക്കളിലാണ്. ഇനി ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇരുമ്പ്. ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുവാൻ സഹായിക്കുന്നത് ഏതാണ്? ഹീമോഗ്ലോബിനിലെ ഈ ഇരുമ്പെന്ന ധാതുവാണ് ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുവാൻ അരുണ രക്താണുക്കളെ സഹായിക്കുന്നത്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം കൂടിയാണ് ഹീമോഗ്ലോബിൻ. എന്താണ്? ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം കൂടിയാണ് ഹീമോഗ്ലോബിൻ. ഇനി അരുണ രക്താണുക്കൾ മനുഷ്യ ശരീരത്തിൽ എത്രയാണുള്ളത്? അരുണ രക്താണുക്കളുടെ മനുഷ്യ ശരീരത്തിലെ അളവ് എന്ന് പറയുന്നത് 12 മുതൽ 16 ഗ്രാം പെർ 100 ml. 12 മുതൽ 16 ഗ്രാം പെർ 100 ml എന്ന് NCERT ടെക്സ്റ്റ് ബുക്കിലും, എന്നാൽ SCERT ടെക്സ്റ്റ് ബുക്കിലും 12 മുതൽ 17 വരെ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത്
ഉത്തരമാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നതെങ്കിൽ തർപ്പിക്കുക. 12 മുതൽ 16 വരെ എന്ന മനുഷ്യ ശരീരത്തിലെ ബ്ലഡിലെ അരുണ രക്താണുക്കളുടെ അളവ് എന്ന് പറയുന്നത് ബ്ലഡിന്റെ അളവല്ല. ബ്ലഡിന്റെ അളവ് എന്ന് പറയുന്നത് 5 മുതൽ 6 ലിറ്റർ ആണ്. അരുണ രക്താണുക്കളുടെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. 12 മുതൽ 16 ഗ്രാം പെർ ml എന്ന് കൊടുത്തിരുന്നാലും 12 മുതൽ 17 ഗ്രാം പെർ ml എന്ന് പറഞ്ഞാലും ഉത്തരം ശരിയാണ്. ഇതിൽ ഏത് ഉത്തരം കൊടുത്തിരുന്നാലും തർപ്പിക്കാം. ഇനി അടുത്ത് പുരുഷനിലെ ശരാശരി അരുണ രക്താണുക്കളുടെ അളവ് അഥവാ RBCയുടെ അളവ് എന്ന് പറയുന്നത് പുരുഷനിലെ 15 ഗ്രാം പെർ 100 ml. സ്ത്രീയിലാണെങ്കിലോ ശരാശരിയാണ്. സ്ത്രീയിലെ ശരാശരി പുരുഷനിലെ അരുണ രക്താണുക്കളുടെ അളവ് 15 ഗ്രാം പെർ 100 ml, സ്ത്രീയിലെ 13 ഗ്രാം പെർ 100 ml. ഉത്തരം മനസ്സിലായല്ലോ. ഇനി അരുണ രക്താണുക്കൾ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടുള്ള രോഗമാണ് പോളിസൈത്തീമിയ. അരുണ രക്താണുക്കൾ കൂടുന്നത് പോളിസൈത്തീമിയ. അരുണ രക്താണുക്കൾ കുറയുന്നത് അനീമിയ അഥവാ വിളർച്ച. അപ്പോ അരുണ രക്താണുക്കളുടെ അളവ് ശരീരത്തിൽ കൂടുന്നത് പോളിസൈത്തീമിയ എന്നും കുറയുന്നത് അനീമിയ അഥവാ വിളർച്ച എന്നും അറിയപ്പെടുന്നു. ഈ അരുണ രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് ഇത് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. അരുണ രക്താണുക്കളുടെ ആയുസ് 120 ദിവസം. 120 ദിവസമാണ് അരുണ രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത്. ഇനി അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്ന ഭാഗം പ്ലീഹ. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ്. ഈ അരുണ രക്താണുക്കള് കാലാവധി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ കുറെ നാള് 120 നാള് അരുണ രക്താണുക്കൾ ജീവിച്ചിരുന്നു. അതിനുശേഷം ഇത് മരിക്കുന്നത് അഥവാ നശിച്ചു പോകുന്നത്, ലൈസായി പോകുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? കരളില് അല്ലെങ്കിൽ പ്ലീഹയിൽ വെച്ചാണ്. കരളിലും പ്ലീഹയിലും വെച്ചാണ് ഈ അരുണ രക്താണുക്കള് നശിച്ചു പോകുന്നത്. ഈ അരുണ രക്താണുക്കൾ നശിച്ചു പോകുന്നത് പ്ലീഹയിൽ വെച്ചായതുകൊണ്ടാണ് ഇതിനെ അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല ഈ അരുണ രക്താണുക്കൾ നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് ബിലിറുബിനും ബിലിവെർഡിനും. എന്തെല്ലാം? ബിലിറുബിനും ബിലിവെർഡിനും. ബിലിറുബിനും ബിലിവെർഡിനുമാണ് അരുണ രക്താണുക്കൾ ബ്ലാസ്റ്റ് ആയി പോകുമ്പോൾ, പൊട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്നത്. എന്തെല്ലാം? ബിലിറുബിനും ബിലിവെർഡിനും. ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. അരുണ രക്താണുക്കൾ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഓക്സിജൻ എത്തിക്കുന്നത് അരുണ രക്താണുക്കളാണ്. മർമ്മം ഇല്ല അരുണ രക്താണുക്കൾക്ക്. അതുപോലെ തന്നെ പ്ലാറ്റ്ലെറ്റിനും മർമ്മം ഇല്ല. എന്നാൽ മർമ്മത്തോട് കൂടി അരുണ രക്താണുക്കളുള്ള ജീവിയാണ് ഒട്ടകം. അരുണ രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇരുമ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഓക്സിജൻ ശരീരത്തിലെ ഓക്സിജൻ സംവഹന ഘടകം എന്നറിയപ്പെടുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകം ഇരുമ്പാണ്. എന്നാൽ ഓക്സിജനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഇനി മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന അരുണ രക്താണുക്കളുടെ അളവ് എന്ന് പറയുന്നത് 12 മുതൽ 16 ഗ്രാം പെർ ml അല്ലെങ്കിൽ 12 മുതൽ 17 ഗ്രാം പെർ ml എന്ന് കൊടുത്തിരിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അടുത്തത് പുരുഷനിൽ 15 ഗ്രാം പെർ ml ആണ് ശരാശരി അരുണ രക്താണുക്കൾ കാണപ്പെടുന്നത്. 15 ഗ്രാം പെർ 100 ml. സ്ത്രീയില് 13 ഗ്രാം പെർ 100 ml. അടുത്ത അരുണ രക്താണുക്കൾ കൂടുന്ന അവസ്ഥ പോളിസൈത്തീമിയ എന്നും കുറയുന്നത് അനീമിയ അഥവാ വിളർച്ച എന്നും അറിയപ്പെടുന്നു. ഇനി അരുണ രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. കരളിൽ അല്ലെങ്കിൽ പ്ലീഹയിലാണ് ഇത് പോയി ബ്ലാസ്റ്റ് ആവുന്നത്, പൊട്ടിപ്പോകുന്നത്.
അതുകൊണ്ട് തന്നെ പ്ലീഹയെ അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നു. ഈ അരുണ രക്താണുക്കൾ പൊട്ടിപ്പോകുമ്പോൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ബിലിറുബിനും ബിലിവേർഡിനും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത രക്തകോശത്തിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞിരുന്നു 3 രക്തകോശങ്ങളാണുള്ളത്: അരുണ രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ, പ്ലാറ്റ്ലെറ്റുകൾ. അടുത്തിനി നമുക്ക് ശ്വേത രക്താണുക്കളെ കുറിച്ച് പഠിക്കാം. ശ്വേത രക്താണുക്കൾ ല്യൂക്കോസൈറ്റ്സ് അഥവാ WBCs എന്നറിയപ്പെടുന്ന ശ്വേത രക്താണുക്കളാണ്. ശ്വേത രക്താണുക്കൾക്ക് 2 വിശേഷണങ്ങളാണുള്ളത്: ശരീരത്തിലെ പോരാളികൾ അഥവാ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ. എന്തെല്ലാം? ശരീരത്തിലെ പോരാളികൾ അഥവാ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ. ശരീരത്തിലെ പോരാളികൾ എന്നും ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നും അറിയപ്പെടുന്നത് ശ്വേത രക്താണുക്കളാണ്. ഇനി ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്കുള്ള ആന്റിബോഡികൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? ശ്വേത രക്താണുക്കളിൽ. എവിടെയാണ്? ശ്വേത രക്താണുക്കളിലാണ് ശരീരത്തിലെ രോഗപ്രതിരോധത്തിനുള്ള ആന്റിബോഡികൾ ശരീരത്തിലെ രോഗപ്രതിരോധത്തിനുള്ള ആന്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നത് ശ്വേത രക്താണുക്കളിലാണ്. പ്രധാനമായും 5 തരം ശ്വേത രക്താണുക്കളാണുള്ളത്. ഏതെല്ലാമാണെന്ന് നോക്കാം. 5 തരം ശ്വേത രക്താണുക്കളില് ഒന്നാമത്തത് ന്യൂട്രോഫിൽ, രണ്ടാമത്തേത് ബേസോഫിൽ, മൂന്നാമത്തത് ഈസ്നോഫിൽ, നാലാമത്തേത് മോണോസൈറ്റ്, അഞ്ചാമത്തേത് ലിംബോസൈറ്റ്. 5 തരം ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, അടുത്തത് മോണോസൈറ്റ്. ഇനി നമുക്ക് ഓരോന്നിന്റെയും ധർമ്മങ്ങൾ നോക്കാം. ആദ്യത്തേത് ന്യൂട്രോഫിൽ. ന്യൂട്രോഫിലിന്റെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങാനുള്ള രാസവസ്തു നിർമ്മിക്കുന്നു. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കാൻ ശേഷിയുള്ള രാസവസ്തുക്കൾ നിർമ്മിക്കുക എന്നതാണ് ന്യൂട്രോഫിലിന്റെ ധർമ്മം. ഇനി അടുത്തത് ബേസോഫിൽ. ബേസോഫിലിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഹെപ്പാരിൻ. നമുക്കറിയാം ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതാണ് ഹെപ്പാരിൻ. രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ, ശരീരത്തിലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്നത് ആരാണ്? ബേസോഫിൽ. ഹെപ്പാരിൻ നിർമ്മിക്കുന്ന ശ്വേത രക്താണുവാണ്. ഹെപ്പാരിൻ നിർമ്മിക്കുന്ന ശ്വേത രക്താണുവാണ് ആരാണ്? ബേസോഫിൽ. ഇനി ബേസോഫിലിന്റെ അടുത്ത ധർമ്മം എന്ന് പറയുന്നത് മറ്റ് ശ്വേത രക്താണുക്കളെ, ഇപ്പൊ ഇത്രയും ശ്വേത രക്താണുക്കൾ ഉണ്ടല്ലോ, 5 ശ്വേത രക്താണുക്കൾ നമ്മൾ പറഞ്ഞു. ഈ ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്നു. ഹെപ്പാരിൻ എന്തിനാണ്? രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ബേസോഫിലിന്റെ മറ്റൊരു ധർമ്മമാണ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും ഇതിന്റെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് ഹിസ്റ്റമിൻ. ഹിസ്റ്റമിൻ നിർമ്മിക്കുന്നത് ബേസോഫിലും മാസ്റ്റ് കോശങ്ങളും ചേർന്നാണ്. ബേസോഫിലും മാസ്റ്റ് കോശങ്ങളും ചേർന്നാണ് ഹിസ്റ്റമിൻ നിർമ്മിക്കുന്നത്. അപ്പൊ ബേസോഫിലിന്റെ ധർമ്മങ്ങളായാലോ. ഇനി അടുത്തത് ഈസ്നോഫിൽ. ഈസ്നോഫിൽ എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ
പ്രതിരോധിക്കാനുള്ള രാസവസ്തുക്കൾ, അന്യവസ്തുക്കളെ നശിപ്പിക്കാനുള്ള രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. മാത്രമല്ല വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. അപ്പോൾ എന്തെല്ലാം? അന്യവസ്തുക്കളെ നശിപ്പിക്കാനുള്ള രാസവസ്തു നിർമ്മിക്കുന്നു. അതോടൊപ്പം വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കളെയും നിർമ്മിക്കുന്നു. ഇനി അടുത്തത് മോണോസൈറ്റ്. മോണോസൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശ്വേതരക്താണു. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് ഏത്? മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ശ്വേതരക്താണുവിന്റെ മോണോസൈറ്റിന്റെ ധർമ്മമാണ്. മോണോസൈറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ് മോണോസൈറ്റിന്റെ ധർമ്മം. എന്താണ്? വിഴുങ്ങുന്നു. അപ്പൊ വിഴുങ്ങുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന ആരാണ്? ന്യൂട്രോഫിൽ. ഇനി ഈ ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ വിഴുങ്ങുന്നത് ആരാണ്? വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? മോണോസൈറ്റ്. ഇനി ലിംബോസൈറ്റ്. ലിംബോസൈറ്റ് കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് മുകളിലോട്ട് എഴുതാം. ലിംബോസൈറ്റ് എന്ന് പറയുന്നത് ഒരു ശ്വേതരക്താണു. നേരത്തെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ശ്വേതരക്താണുക്കളുടെ കൂട്ടത്തുള്ളതാണ്. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മാറ്റി എഴുതിയത്. അപ്പോൾ ലിംബോസൈറ്റ് എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ, അതായത് പ്രതിരോധ മാർഗങ്ങൾ മറികടന്ന്, നമ്മൾ ഒരുപാട് പ്രതിരോധ മാർഗങ്ങൾ എടുത്തെങ്കിലും ഈ പ്രതിരോധ മാർഗങ്ങളെല്ലാം മറികടന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത്, തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ഏത്? ലിംബോസൈറ്റ്. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ, പ്രതിരോധ മാർഗങ്ങളെല്ലാം മറികടന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്നു. മറ്റേ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എയ്ഡ്സ് വൈറസ് ബാധിക്കുന്ന ശ്വേതരക്താണു. എയ്ഡ്സ് വൈറസ് ബാധിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംബോസൈറ്റ്. ഏതാണ്? എയ്ഡ്സ് വൈറസ് ബാധിക്കുന്ന ശ്വേതരക്താണു ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ലിംബോസൈറ്റ്. ഇനി ലിംബോസൈറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതെല്ലാം? അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ശ്വേതരക്താണു കൂടിയാണ് ലിംബോസൈറ്റ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ശ്വേതരക്താണു കൂടിയാണ് ലിംബോസൈറ്റ്. ഇനി ലിംബോസൈറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തെല്ലാം? ബി ലിംബോസൈറ്റും ടി ലിംബോസൈറ്റും. ഇപ്പൊ രണ്ടു തരം ലിംബോസൈറ്റുകളാണുള്ളത്. ഒന്നാമത്തേത് ബി ലിംബോസൈറ്റ്. ബി ലിംബോസൈറ്റ് എന്താണെന്ന് ആദ്യം നോക്കാം, അതിനുശേഷം ടി ലിംബോസൈറ്റ് പഠിക്കാം. ബി ലിംബോസൈറ്റിൽ എന്ന് വെച്ചാൽ ബി ലിംബോസൈറ്റ് നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ബാക്കിയെല്ലാ രക്തകോശങ്ങളെയും പോലെ അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജയിൽ തന്നെയാണ് ബി ലിംബോസൈറ്റും നിർമ്മിക്കപ്പെടുന്നത്. അടുത്തത് ആന്റിബോഡികൾ കാണപ്പെടുന്ന ലിംബോസൈറ്റ്. ആന്റിബോഡികൾ കാണപ്പെടുന്ന ശ്വേതരക്താണു അല്ലെങ്കിൽ ലിംബോസൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബി ലിംബോസൈറ്റ്. ഇനി ബി ലിംബോസൈറ്റിൽ കാണപ്പെടുന്ന ആന്റിബോഡിയുടെ പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. ബി ലിംബോസൈറ്റിൽ കാണപ്പെടുന്ന ആന്റിബോഡിയുടെ പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് വൈ ആകൃതിയിലുള്ള പ്രോട്ടീനാണ് ഏത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. വൈ ആകൃതിയിലുള്ള പ്രോട്ടീനാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തെല്ലാം പറഞ്ഞു? ബി ലിംബോസൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള രക്തകോശങ്ങളെ പോലെ അസ്ഥിമജ്ജയിലാണ് രൂപം കൊള്ളുന്നത്. ഇനി ആന്റിബോഡികൾ കാണപ്പെടുന്ന ശ്വേതരക്താണുവാണ് ബി ലിംബോസൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കാണപ്പെടുന്ന ആന്റിബോഡി എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. ഇത് വൈ ആകൃതിയിലുള്ള പ്രോട്ടീനാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ടി ലിംബോസൈറ്റ്. ടി ലിംബോസൈറ്റ് എന്ന് പറയുന്നത്
ഇവിടെ അസ്ഥിമജ്ജയിലാണല്ലോ രൂപം കൊള്ളുന്നത്. ടി ലിംബോസൈറ്റ് തൈമസ് ഗ്രന്ഥിയിലാണ്. തൈമസ്. ടി ലിംബോസൈറ്റ് എവിടെയാണ് രൂപം കൊള്ളുന്നത്? തൈമസ് ഗ്രന്ഥിയിലാണ്. ബാക്കി എല്ലാ രക്തകോശങ്ങളും രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. എന്നാൽ ടി ലിംബോസൈറ്റ് രൂപം കൊള്ളുന്നത് എവിടെയാണ്? തൈമസ് ഗ്രന്ഥിയിലാണ്. അടുത്തത് വൈറസ് ബാധിച്ച കോശങ്ങളെയും അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ള ലിംബോസൈറ്റ് ആണ് ഏത്? ടി ലിംബോസൈറ്റ്. ഏതാണ്? വൈറസ് കോശങ്ങൾ, വൈറസ് ബാധിച്ച കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ലിംബോസൈറ്റ് ആണ് ടി ലിംബോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംബോസൈറ്റിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ലിംബോസൈറ്റ് എന്ന് പറയുന്നത് രോഗാണുക്കളെ ശരീരത്തിലേക്ക് നമ്മൾ പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടും ശരീരത്തിലേക്ക് കടന്നെത്തുന്ന രോഗാണുക്കളെ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്നു. എയ്ഡ്സ് വൈറസ് ബാധിക്കുന്ന, ഇമ്പോർട്ടന്റ് ആണത്, എയ്ഡ്സ് വൈറസ് ബാധിക്കുന്ന ശ്വേതരക്തം ഏതെന്ന് ചോദിച്ചാൽ ലിംബോസൈറ്റ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ലിംബോസൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ശ്വേതരക്തം ഏതെന്ന് ചോദിച്ചാൽ ലിംബോസൈറ്റ് ആണ്. അടുത്ത ചോദ്യം, 2 തരം ലിംബോസൈറ്റ് ആണുള്ളത്. ഏതെല്ലാം? ബി ലിംബോസൈറ്റ്, ടി ലിംബോസൈറ്റും. ഇതിൽ ബി ലിംബോസൈറ്റ് അസ്ഥിമജ്ജയിലും ടി ലിംബോസൈറ്റ് തൈമസ് ഗ്രന്ഥിയിലുമാണ് രൂപം കൊള്ളുന്നത്. ബി ലിംബോസൈറ്റിൽ ആന്റിബോഡികൾ കാണപ്പെടുന്നു. അപ്പോൾ ലിംബോസൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ലിംബോസൈറ്റിന്റെ ലാസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് അത് റെക്കോർഡ് ആയിട്ടില്ല. അപ്പൊ ഞാൻ അത് ഒരിക്കൽ കൂടെ പറയാം. ലിംബോസൈറ്റ്, ബി ലിംബോസൈറ്റിന്റെ പറഞ്ഞത് ബി ലിംബോസൈറ്റിലെ ആന്റിബോഡികൾ കാണപ്പെടുന്നത് ബി ലിംബോസൈറ്റിലാണെന്ന് പറഞ്ഞു. ഈ ബി ലിംബോസൈറ്റിൽ കാണപ്പെടുന്ന ആന്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നറിയപ്പെടുന്നു. ഇത് വൈ ആകൃതിയിലുള്ള പ്രോട്ടീൻസ് ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഇതാണ് ബി ലിംബോസൈറ്റിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇനി അടുത്തത് വൈ ആകൃതിയിലുള്ള പ്രോട്ടീൻ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അത് ഓർത്തു വയ്ക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് വരുന്നത് ടി ലിംബോസൈറ്റിൽ പറഞ്ഞത് തൈമസ് ഗ്രന്ഥിയിൽ രൂപം കൊള്ളുന്നു. ക്യാൻസർ ബാധിച്ച കോശങ്ങളെയും അതുപോലെ തന്നെ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ലിംബോസൈറ്റ് ആണ് ടി ലിംബോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതോടെ ശ്വേതരക്താണുക്കൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ബ്ലഡ് സെല്ലായ പ്ലാറ്റ്ലെറ്റിലോട്ട് പോകാം. പ്ലാറ്റ്ലെറ്റുകൾ അഥവാ ത്രോംബോസൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആയുസ് എന്ന് പറയുന്നത് 10 ദിവസമാണ്. 10 ദിവസമാണ് പ്ലാറ്റ്ലെറ്റിന്റെ ആയുസ് എന്ന് പറയുന്നത്. പ്ലാറ്റ്ലെറ്റിന്റെ ആയുസ് എത്രയാണ്? 10 ദിവസം. ഏറ്റവും ചെറിയ രക്തകോശം, ഏറ്റവും ചെറിയ രക്തകോശം ഇത് രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ. എല്ലാ കോശങ്ങളെയും പോലെ അസ്ഥിമജ്ജയിലാണ് രൂപം കൊള്ളുന്നത്. ഇതിലെ ലിംബോസൈറ്റ് മാത്രം, ടി ലിംബോസൈറ്റ് മാത്രം രൂപം കൊള്ളുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ്. ബാക്കിയെല്ലാം രൂപം കൊള്ളുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രക്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു ഭാഗം കൂടി ഇതിലുണ്ട്. എന്താണ്? രക്ത ഗ്രൂപ്പിംഗ്, ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്നിട്ട് രക്തപരിണവസ്ഥയുടെ ബാക്കി ഭാഗങ്ങളും വരുന്ന ദിവസങ്ങളായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.